ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ തേങ്ങ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണേ, കോക്കനട്ട് കേക്ക്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു മുറി തേങ്ങ ചിരികിയതെടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് ആദ്യമേ ഈ തേങ്ങ ഒരു ചെറിയ ശകലം നെയ്യ് ഒഴിച്ചോ ബട്ടർ ഇട്ടോ 1 ടീസ്പൂൺ, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി തേങ്ങയുടെ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചൂടാക്കിയെടുക്കാം. ഗ്യാസ് ഓണാക്കാം. ഇതിനകത്ത് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തേ. ഇത് വെജിറ്റബിൾ ഓയിലാണേ. ഇതിനകത്തോട് നമുക്ക് ഈ തേങ്ങ എന്നിട്ട് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. എൻ്റെ ഈ പച്ച മണം ഒന്ന് മാറിക്കിട്ടേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ആ തേങ്ങയുടെ നാല് കിടക്കും. മീഡിയം തീയിലിട്ട് ഒരു 10-40 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇതിട്ടിരിക്കട്ടെ. നമുക്ക് ആദ്യം 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്ത തൈരായിരിക്കണേ. ഇതിനകത്ത് 1/2 കപ്പ് പഞ്ചസാര. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. പൊടിച്ച പഞ്ചസാരയല്ല, സാധാ പഞ്ചസാര. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ തൈരും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ, 1/2 കപ്പ് തൈര്, കട്ട തൈരായിരിക്കണം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1/4 കപ്പ് റിഫൈൻഡ് ഓയിലേ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എണ്ണയും തൈരും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മുട്ടയൊന്നും ചേർക്കുന്നില്ലേ. നമ്മുടെ ഈ മാവില്ലേ, ആ മാവിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ്, ഇതിലോട്ട് നമ്മൾ ഈ ചൂടാക്കി വെച്ചേക്കുന്ന തേങ്ങയില്ലേ ഇട്ട് കൊടുക്കുക. ഒരു ശകലം വെച്ചേക്കേ. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സോഡാ പൗഡർ അല്ല, ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കൂട്ടിലോട്ട് കട്ടാതെ എടുക്കണേ. ഇനി ഈ കൂട്ടിലോട്ട് കുറച്ച് തേങ്ങ, നമ്മുടെ കൈക്ക് വലിയ ഒരു പിടി തേങ്ങ എടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് അതിൻ്റെ പാലെടുത്തതേ. 1-ാം പാലൊന്നുമില്ല, ഒറ്റപ്പാല്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം.
കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കേ. ഓക്കെ, നമ്മുടെ കേക്കെല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇത്തിരി ഇട്ടങ്ങ് ഇത് ചെയ്യണ്ട, പതുക്കെ ഇങ്ങനെ കട്ടയില്ലാതെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട. ഇനി ഇത് നമുക്കിനി ഒരു പാത്രം റെഡിയാക്കി എടുക്കണ്ടേ, പാത്രം ചൂടാക്കാൻ വെക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഇനി പാത്രം ചൂടാക്കാം. ഗ്യാസ് ഓൺ ആക്കാം. നല്ല തീ കിടന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ. ഒരു തട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, ഇത് റെഡിയാക്കാനായിട്ട് ഞാനൊരു സ്റ്റീൽ ചരുവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ, ഇതിനകത്ത് എണ്ണ വരെ ഇട്ടിട്ടുണ്ടേ. അതിനകത്തൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കേ. സൈഡും വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്ററിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. തട്ടി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളിപ്പം റെഡിയാക്കിയ തേങ്ങയുടെ ബാക്കി ഇരുന്നില്ലേ, അത് ഇതിനകത്തോട്ടൊന്ന് കയറി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചൂടായി കിടക്കുന്ന നമ്മുടെ പാത്രത്തിലോട്ട് വെക്കാം. ക്യാമറ ഓണാക്കാം. നമ്മുടെ പാത്രം നല്ല ചൂടായി കിടക്കുകയാണ്, ഇങ്ങോട്ട് വെക്കാം. ഇനി ഇതിങ്ങനെ ഒരു പത്തിരുത്തോട്ടെ, കാര്യം വെള്ളം വീണില്ലേലും വീഴാണെങ്കിലും കുഴപ്പമില്ല, രാവി വെക്കില്ലേ. ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഈ തീയിലിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തീ കുറച്ച് തീരെ ചെറിയ തീയിൽ ഒരു 10-30 മിനിറ്റ് ഇടാം. എന്നിട്ട് നോക്കാം. തീരെ തീ കുറച്ചൊന്നേ, ഒരു 2 മിനിറ്റ് ആവാറേ ഞാൻ തീ കുറയ്ക്കുകയാണ്, സിമ്മിലിട്ടേക്കാണ്. ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കോക്കനട്ട് കേക്ക് നോക്കാം. ഇപ്പോൾ ഒരു 55 മിനിറ്റായി. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയായിരുന്നേ. അപ്പം കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു 10-25 മിനിറ്റ് കൂടെ കിടക്കണമെന്ന്. ഇപ്പോൾ ഒരു 55 മിനിറ്റ് ആയിട്ടുണ്ടേ. നമുക്ക് നോക്കാം. നല്ല ചൂടാണിത്. നല്ല മണം. ഒന്ന് നോക്കേ, ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ. നല്ല വെന്തിട്ടുണ്ടേ. ഇനി നമുക്കിത്, ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇത് തണുത്തിട്ട് ഞാൻ കാണിച്ചേ. അപ്പോൾ ഇത് തണുക്കട്ടെ. നല്ല സോഫ്റ്റാണിത് കേട്ടോ. ഒന്ന് വെട്ടി കാണിക്കാം. നല്ല അടിപൊളി
ടേസ്റ്റുള്ളൊരു കേക്കാണ്. നല്ല ഈസി ആയിട്ട്, പക്ഷേ സമയമെടുക്കും. 10-55 മിനിറ്റിലോളം സിമ്മിൽ കിടന്നാണ് ഇത് വേവേണ്ടത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.